എന്നെ കല്യാണം കഴിച്ചോണ്ട് എന്നാ നിങ്ങൾ ഇല്ലത്തോട്ട് കൊണ്ടുപോണേ? അമ്മത്തമ്പുരട്ടി കാണാൻ കൊതിയാവണു. ഇല്ലത്തിൽ ചെറിയൊരു പണി നടക്കുകയാണ്. ഇല്ലത്തിന്റെ ടാർപ്പ ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ എന്റെ മാലാകെ ഞാൻ കൊണ്ടുപോകും. അതെ, ഉഷേ മീനെയൊക്കെ ചോദിക്കുവാ എന്തോന്ന് നമ്മുടെ വെൽഡിങ് എന്നൊന്ന്. വെൽഡിങ് വർക്ക്ഷോപ്പ് തുടങ്ങാൻ പോണ? അതല്ല, നമ്മുടെ കല്യാണം എന്നൊന്ന്. എന്റെ പൊന്നെ, നീ എന്തോന്നാണ് നീ പറയണത്? എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നോണ്ട് കുഴപ്പമില്ല. നീ ഇങ്ങനെ നാട്ടുകാർക്ക് വിളിച്ചു പറഞ്ഞു നടന്ന പബ്ലിക്കിറ്റി ആവൂലടി പെണ്ണെ. ഓ, നിങ്ങൾക്ക് ഇത്തിരി 5ാം ക്ലാസ് വരെ പഠിച്ചതിന്റെ ഒരു യോഗ്യതയുണ്ട്, നമുക്കതില്ലേ? പിന്നെ നമ്മുടെ മാഷ് പറഞ്ഞല്ല, എന്നെ ഇവിടുത്തെ അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പോക്കണങ്കേട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാന്ന്. പോക്കണങ്കേട് ഇംഗ്ലീഷ് എന്റെ മുമ്പെന്നൊന്ന് പോയി തരാമോ? ഓ, ഗീത ചേച്ചി രമണി ചേച്ചി എപ്പോഴും പറയുവാ നമ്മൾ തമ്മിൽ മേഡ് ഫോർ ഈച്ച് അതർ ആണെന്ന്. എന്ന് വെച്ചാ നമ്മളൊക്കെ സ്വന്തക്കാരാണ്, നമ്മളെ കല്യാണം നടക്കത്തില്ല എന്ന്. അവർക്കൊക്കെ ഒരു എന്റെ അടുത്തൊരു ഇതുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്റെ പുറകെ നടന്നതാണ്. ഞാൻ പിടി കൊടുത്തിട്ടില്ല. ഞാൻ നിനക്കും അത്ര പിടി തന്നിട്ടുണ്ട്. ഓ, എനിക്ക് ഈ ഗ്രാമത്തിൽ കടന്ന് ഇങ്ങനെ ഓടാനുള്ള ഇതേ ഉള്ളൂ. അണ്ണാ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയത്? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ മുന്തിരിവള്ളി തളിർത്തില്ലെങ്കിൽ കാച്ചിൽ വള്ളിയായാലും മതി. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, എന്നെ ഒന്ന് കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ കൊണ്ട് പോകും. എങ്ങനെ കൊണ്ടുപോകും? ഒരു കുഞ്ഞിക്കാല് കാണാതെ എങ്ങനെ കൊണ്ടുപോകും? കുടുംബത്തിൽ കൈയ്യട് കൈയ്യട്. അപ്പൊ ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണാനുള്ള പരിപാടിയാണല്ലേ? പെമ്പിടറെ കണ്ട് പഠിക്കണം. രാവിലെ എണീച്ച് മുറ്റമടിച്ച് വെള്ളം കോരി അമ്മമാരെയൊക്കെ സഹായിച്ച് കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന പെണ്ണാണ് നീ. അന്യ വീട്ടിലോട്ട് പോണം. നാട്ടുകാർ കണ്ടെന്ത് വിചാരിക്കും? ഈ മാലോകരോട് ഞാൻ എന്ത് പറയും? ഈ വീട്ടിൽ ആരാ വേലക്കാരി? ഞാനാ നീയാ? ഞാൻ ഈ തുണിയൊക്കെ നല്ലോണം കഴുകി നേരെ ഇടാൻ നോക്കും. വന്നിരിക്കല വെറുതെ അടുക്കളയിൽ ഇരുന്ന ഞാൻ ഒരു പടവലങ്ങി എടുത്ത് അതിന് പോലും നോവാതെ ചൊണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് വേതാളം പറഞ്ഞ് പണി ഇരുന്ന് വാങ്ങിയേ. അല്ല, നീ കുറച്ചുകൂടി എന്തോ പറഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, എന്തോ പറഞ്ഞു. അത് വെള്ളം കൊരണമെന്ന് പറഞ്ഞായിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് വിറവ് കെട്ടണമെന്ന് പറഞ്ഞായിരുന്നു. എടി, വെള്ളത്തിന്റെ വിറകിന്റെ നടുക്ക് എന്തോ പറഞ്ഞില്ലേ? കലം വെച്ച് ചോറ് വയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, അല്ല, കല്യാണം എന്നോ പ്രായം എന്നോ എന്തൊക്കെ പറഞ്ഞില്ലേ? അത് കല്യാണ പ്രായം കഴിഞ്ഞിരിക്കണെന്ന് പറഞ്ഞു. എന്നെ കണ്ട കല്യാണ പ്രായം തോന്നുന്നു. നിന്റെ കാര്യമല്ല, എന്റെ കാര്യമാ പറഞ്ഞത്. കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നെന്ന്. ഓ, അല്ലെങ്കിൽ ആരോട് പറയാൻ? ഈ വീട്ടിലെ അടുക്കളയിലെ പുകയും കൊണ്ട് എല്ലാം കൊണ്ട് തുമ്പപ്പൂ കണക്കിരുന്ന പെണ്ണാണ് ഇപ്പൊ ശവനാറിപ്പൂ കണക്കായി. 3 മാസത്തെ ശമ്പളം പോലും കിട്ടിയിട്ടില്ല. നീ ഇങ്ങനെ സെന്റി അടിക്കാതെ ഒരുമാതിരി വൃത്തികെട്ട സംസാരം എന്നോട് പറയരുത്. ആരെയും സെന്റർ എടുത്ത് ഞാൻ അടിച്ചിട്ടില്ല ഞാൻ. എടി, അതല്ല, നിനക്ക് അഫയർ വല്ലതും ഉണ്ടായിരുന്നോ? നിനക്ക് കല്യാണം കഴിക്കാത്ത എന്താന്ന്? അങ്ങനെ ചോദിച്ചാ 16ാമത്തെ വയസ്സിൽ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ബാബുവല്ല, വേറൊരു പയ്യൻ. എന്നിട്ട് പറഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നേ. അങ്ങനെ കാണാതെ അങ്ങനെ ഞാൻ ഒളിച്ചു നോക്കുമായിരുന്നു. ആ ശബ്ദം കേൾക്കുമായിരുന്നു. അവസാനം എന്റെ പ്രേമം എന്റെ വീട്ടുകാരെ അറിഞ്ഞപ്പോ ആലോചിക്കാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് പയ്യന്റെ സ്ഥലം അങ്ങ് ദൂരെയാണെന്ന്. അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തോണ്ട് എന്റെ സ്നേഹം ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. അതൊക്കെ പോട്ടെ, ആരായിരുന്നു ആ പയ്യൻ? കമലഹാസൻ. ആരാ? സിനിമ നടൻ കമലഹാസൻ. കമലഹാസനോ? കൺമണി, അൻപോട് കാതലൻ, ഞാൻ എഴുതും കടിതമേ. അയ്യടാ, കടിതം ഇതറിഞ്ഞാലേ കമലഹാസൻ ഫ്ലൈറ്റ് പിടിച്ചിങ്ങ് വരും. എന്നെ കെട്ടാന്? അല്ല, നിന്നെ കട്ടാൻ. ഇനി ഏതെങ്കിലും ഒരു പുരുഷൻ എന്റെ മുമ്പിൽ വന്ന് പെടും, എനിക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യും. കഴിക്കും. എന്നിട്ട് അവനോട് ഞാൻ ഒരു കാര്യം തന്നെ പറയും, മറന്നു പോവാതിരിക്കാൻ വേണ്ടി. കൺമണി, അൻപോട് കാതലൻ, ഞാൻ എഴുതും കടിതമേ. എന്റെ ദൈവമേ, ഇവളെന്ത് പറയാൻ?